പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത കനത്ത സുരക്ഷയിലാണ് തിരുവനന്തപുരം നഗരവും വിഴിഞ്ഞവും. വൈകിട്ട് 7:45 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുന്നത്. കടലിലും ആകാശത്തും ഒപ്പം പാതകളിലും വലിയ സുരക്ഷാ സംവിധാനമാണ് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് നാളെയും തിരുവനന്തപുരം നഗരത്തിൽ ശ്രദ്ധിക്കണം, ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായുണ്ട്. അനന്തൻ, തിരുവനന്തപുരം നഗരത്തിൽ ഒന്നാകെ സുരക്ഷാ സംവിധാനങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. നഗരത്തിലെല്ലാം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. കൂടാതെ കടലിലും ആകാശപാതകളിലും ഒക്കെ വൻ സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ജയലക്ഷ്മി, തിരുവനന്തപുരം നഗരം അക്ഷരാർത്ഥത്തിൽ തന്നെ പോലീസിന്റെ പൂർണ്ണ വലയത്തിലായി കഴിഞ്ഞു. പോലീസിന്റെ മാത്രമല്ല, നാവികസേനയുടെയും വ്യോമസേനയുടെയും ഒക്കെ വലയത്തിലായി കഴിഞ്ഞു. കാരണം നാളെ ചടങ്ങ് നടക്കുന്നത് വിഴിഞ്ഞം കടലിനോട് ചേർന്ന നമ്മുടെ തുറമുഖത്തിലാണ്, അറബിക്കടലിന്റെ തീരത്താണ്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷയാണ് നേവിയുടെ ഭാഗത്ത് നിന്ന്, കടലിലാകെ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉള്ളത്. അതിനൊപ്പം തന്നെ ആകാശം നിരീക്ഷണവുമായി വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകളുമുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ ശംഖുമുഖത്ത് എയർപോർട്ടിന്റെ ടെക്നിക്കൽ ഏരിയയ്ക്ക് മുന്നിൽ എല്ലാവരും പ്രധാനമന്ത്രിയുടെ വരവ് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. 7:45 പ്രധാനമന്ത്രിയുടെ വിമാനം ഈ ടെക്നിക്കൽ ഏരിയയിൽ എത്തും. അവിടെ നിന്ന് റോഡ് മാർഗമാണ് അദ്ദേഹം രാജ്ഭവനിലേക്ക് പോവുക. അവിടെയാണ് അദ്ദേഹം ഇന്ന് രാത്രി കഴിയുന്നത്. ഏതായാലും തിരുവനന്തപുരം നഗരത്തിൽ ഈ വിമാനത്താവളത്തിന്റെ പരിസരത്തൊക്കെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. വിഴിഞ്ഞത്തെ സംബന്ധിച്ച് സാധാരണഗതിയിലായിരുന്നുവെങ്കിൽ ഈ ചടങ്ങ് രാജ്യത്തിന്റെ ഒരു അഭിമാന നേട്ടത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് രാജ്യശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ചടങ്ങ് മാത്രമായിരുന്നു. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാനുമായി ഒരു സംഘർഷ സാഹചര്യം നിലനിൽക്കുന്ന സ്ഥിതിയിൽ പ്രധാനമന്ത്രി ഇവിടെ വരുമ്പോൾ ഈ രാജ്യത്തിന്റെ മാത്രമല്ല, കേരളത്തിന്റെ മാത്രമല്ല, അന്താരാഷ്ട്ര നിലയിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും നോട്ടം ഇങ്ങ് തിരുവനന്തപുരത്തേക്കാണ്, വിഴിഞ്ഞത്തേക്കാണ്. പാകിസ്ഥാന്റെ നോട്ടം തിരുവനന്തപുരത്തേക്കാണ്. കാരണം നാളെ വിഴിഞ്ഞത്തെ ആ ചടങ്ങിൽ നിന്നുകൊണ്ട് പാകിസ്ഥാൻ ഒരു ചുട്ട മറുപടി പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നുള്ളൊരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ട്. ഇവിടെ BJP പ്രവർത്തകരൊക്കെ ഈ ശംഖുമുഖത്ത് എയർപോർട്ടിന് സമീപം കാത്തു നിൽക്കുകയാണ്. അവരെ ഈ റോഡിൽ നിന്ന് മാറ്റി ഇവിടെ ഒരു ബാരിക്കേഡ് തീർത്തിട്ടുണ്ട്. ആ ബാരിക്കേഡിന് ഉള്ളിലാണ് നിർത്തിയിരിക്കുന്നത്. നിങ്ങളൊക്കെ പ്രധാനമന്ത്രിയെ കാണാൻ വന്നവരാണല്ലോ, എവിടെ നിന്നാണ് വരുന്നത്? എന്താണ് പ്രതീക്ഷിക്കുന്നത്? വിഴിഞ്ഞത്തെത്തുമ്പം ഒരു പാകിസ്ഥാന്റെ ഒരു ചുട്ട മറുപടി ഈ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നുകൊണ്ട് പ്രധാനമന്ത്രി നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് മറുപടി, ശക്തമായിട്ടുള്ള നടപടി അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അദ്ദേഹം വിദേശത്തായിരുന്നെങ്കിലും അത് വെട്ടിച്ചുരുക്കി ഇവിടെ വന്നിട്ട് കൃത്യമായിട്ട് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ എന്താണ് പാകിസ്ഥാന് കൊടുക്കേണ്ടതെന്നുള്ളതിന്റെ സൂചന അന്ന് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെ, എല്ലാവരും വലിയ ആവേശത്തിലാണ്. സ്ത്രീകൾ അടക്കമുള്ള പ്രവർത്തകരാണ് ഈ ശംഖുമുഖത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഈ എയർപോർട്ടിന്റെ ഇവിടെ നിന്ന്, ഈ റോഡിൽ നിന്ന് അങ്ങ് രാജ്ഭവൻ വരെ ഈ ഒരു പാതയുടെ ഇരുവശവും ഇതേപോലെ തന്നെ പ്രവർത്തകർ അണിനിരന്നിട്ടുണ്ട്. ഈ റോഡ് പൂർണ്ണമായും പോലീസിന്റെ വലയത്തിലായി കഴിഞ്ഞു. ഏതാണ്ട് 3000-ലധികം പോലീസുകാരെ ഇവിടെ ഡ്യൂട്ടിക്ക് ഇട്ടിട്ടുണ്ട്. അല്പസമയം മുമ്പ് പ്രധാനമന്ത്രിക്ക് രാജ്ഭവനിലേക്ക് പോകാനുള്ള വാഹന വ്യൂഹം SPGയുടെ അടക്കം ഈ എയർപോർട്ടിനുള്ളിലേക്ക് പോയി. അവിടെ വാഹനങ്ങൾ അക്രമത്തിൽ സജ്ജീകരിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രധാനമന്ത്രി എത്തിയാൽ മതി. അതിനു മുൻപ് പ്രധാനമന്ത്രി സ്വീകരിക്കാൻ വേണ്ടി മേയർ അടക്കമുള്ളവർ ഈ എയർപോർട്ടിലേക്ക് എത്തുകയും ചെയ്യും. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി എല്ലാവരും കാത്തിരിക്കുകയാണ്. അതേപോലെ തന്നെ കനത്ത സുരക്ഷയുമാണ് തിരുവനന്തപുരം നഗരത്തിൽ അങ്ങോളം ഒരുക്കിയിട്ടുള്ളത്. ആർ അനന്തകൃഷ്ണനാണ് ശംഖുമുഖത്തെ എയർപോർട്ടിന് സമീപത്തെ ടെക്നിക്കൽ ഏരിയ, എയർപോർട്ടിൻ്റെ അതിനൊരു ഭാഗമാണ് ടെക്നിക്കൽ ഏരിയ എന്ന് വിശേഷിപ്പിക്കുന്ന പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ വന്നിറങ്ങുന്ന സ്ഥലത്ത് നിന്ന് ആ വിവരങ്ങൾ, അതിന് മുന്നിൽ നിന്ന് ആ വിവരങ്ങൾ നൽകിയത്.